എൻ്റെ അധികാരം എൻ്റെ ഔദാര്യം നിൻ്റെ അവകാശമല്ല. സർക്കാർ തരുന്ന ആനുകൂല്യങ്ങളൊക്കെ എൻ്റെ ഔദാര്യം നിൻ്റെ അവകാശമല്ല. ഇത് തിരിച്ചു വരാത്തിടത്തോളം കാലം നമ്മുടെ ജനാധിപത്യത്തിന് പുഷ്ടി ഉണ്ടാവുകയില്ല. രാജാക്കന്മാരുടെ ഭരണത്തിൻ്റെ കാര്യം വേറെ. ഒരു ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. അതിനാണ് ജനാധിപത്യ ഭരണകൂടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഭാരതത്തിലെ ഏറ്റവും കരുത്തരായിട്ടുള്ള ആളുകൾ ജനങ്ങളാണ്. നമുക്ക് റൈറ്റ് ടു സർവീസ് ആക്ട് എന്നൊരു ആക്ട് ഉണ്ടായിരുന്നത് മരിച്ചുപോയ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല. നമുക്ക് നിയന്ത്രണങ്ങളാവാം, ഭരണകൂടത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം, നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാം. എന്തിന് 2 ദിവസത്തിന് മുമ്പ് ഹൈക്കോടതി പറഞ്ഞില്ലേ, പത്രധർമ്മം മാധ്യമധർമ്മം എന്നുള്ളത് സുപ്രീമാണ്. അവിടെ ആർക്കും ആവശ്യമില്ലാതെ കയറി ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്ത് തോന്നിയ അസുഖം എഴുതിവിടാമെന്നല്ല. ആ എഴുതുന്നതെല്ലാം തന്നെ ഇവിടുത്തെ പൗരന്മാർക്ക് ഗുണകരമാവണം എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ. എന്നാൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ജനങ്ങൾക്ക് ഈ ബോധമുണ്ടോ? അവിടെയാണ് മലനാട് TV പോലുള്ള ചാനലുകളുടെ സവിശേഷത. വളരെ വിപുലമായിട്ടുള്ളൊരു വിഷയമാണത്. ഇവിടെ വലിയ പ്രസംഗത്തിലൊന്നും ഞാൻ മുതിരുന്നില്ല. എനിക്ക് പോകേണ്ട കാര്യമുണ്ട്, നിങ്ങൾക്കും പോകണം. 2-3 പ്രധാന കാര്യങ്ങൾ മാത്രം എല്ലാവരുടെയും ഒരു പരിഗണനയ്ക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ജനാധിപത്യത്തിൽ രാജാക്കന്മാരുടെ ഭരണത്തിൻ്റെ കാര്യം വേറെ. ഒരു ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. അതിനാണ് ജനാധിപത്യ ഭരണകൂടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഭരണഘടനയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന നമ്മുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പ്രിയാമ്പിളുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഈ ഒരു ഭരണഘടന ഉണ്ടാക്കി നമ്മളെ എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത് എന്ന് തീരുമാനിച്ച് അതിന് നിയമസഭയും ലോക്സഭയും ഒക്കെ ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ഭരണഘടന ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ ഫസ്റ്റ് വാക്കുകൾ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ, പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും ജനങ്ങൾക്ക് ഗുണമുണ്ടാകണം. വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ് എല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രയോഗത്തിൽ വരുമ്പോൾ ആ ഗുണം ദോഷമായി ഭവിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഒരു VIP വരുന്നു എന്ന് പറഞ്ഞിട്ട് പോലീസ് വഴിയിൽ ഒരു കയറ് കെട്ടുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഒരു നീതീകരണം ഉള്ളത് കൊണ്ടാണ് അത് കെട്ടാൻ അവകാശം. കാരണം VIP കോൺവോയ് നടന്നു പോകുമ്പോൾ അവിടെ തടസ്സമുണ്ടാക്കരുത്, അതുകൊണ്ട് നിങ്ങളെ സുരക്ഷിതമായി ഇവിടെ നിർത്തി നിങ്ങൾക്ക് വേറെ വഴി തരും. അതാണ്. അല്ലാതെ എങ്ങനെയെങ്കിലും ഒരു കയറെടുത്ത് കെട്ടി ബൈക്ക് ഓടിച്ച് പോകുന്നവർ കയറ് ചുറ്റി ചാവാനല്ല അത്. അങ്ങനെ ചാകുമോ എന്ന് ചിന്തിക്കേണ്ടതാണ് ഭരണകൂടത്തിൻ്റെ ധർമ്മം. നമുക്ക് നിയന്ത്രണങ്ങളാവാം, ഭരണകൂടത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം, നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാം. എന്തിന് 2 ദിവസത്തിന് മുമ്പ് ഹൈക്കോടതി പറഞ്ഞില്ലേ, പത്രധർമ്മം മാധ്യമധർമ്മം എന്നുള്ളത് സുപ്രീമാണ്. അവിടെ ആർക്കും ആവശ്യമില്ലാതെ കയറി ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്ത് തോന്നിയ അസുഖം എഴുതിവിടാമെന്നല്ല. ആ എഴുതുന്നതെല്ലാം തന്നെ ഇവിടുത്തെ പൗരന്മാർക്ക് ഗുണകരമാവണം എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ. അത് സർക്കാർ ഓഫീസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, നിയമങ്ങൾ അതിന് വേണ്ടിയിട്ടാണ്, എല്ലാം അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഭരണകൂടം വളർന്ന് ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ എന്നുള്ളത് മറന്ന് സഹായിക്കേണ്ടവനെ ഉപദ്രവിക്കുന്ന ഉപകരണങ്ങളാക്കി നിയമങ്ങളെയും ചട്ടങ്ങളെയും നടപടിക്രമങ്ങളെയും സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ തന്നെ മാറ്റുന്ന ഒരു വളരെ വലിയ ഒരു സാത്താൻ, ഒരു ചിന്തയുടെ ചെകുത്താൻ നമ്മുടെ ഇടയിലുണ്ട്. അത് വാസ്തവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ഇവിടെ പക്ഷേ അതിൻ്റെ പ്രശ്നം 2 തരത്തിലാണ്. ഒന്ന്, ഭരണത്തിനകത്തിരിക്കുമ്പോൾ, ഒരു ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ, അധികാരമുള്ളപ്പോൾ എൻ്റെ വിചാരം ഈ അധികാരം എന്ന് പറയുന്നത് എനിക്കുള്ളതാണ്. എനിക്ക് മാസാമാസം ശമ്പളം തരുന്നു, TA തരുന്നു, DA തരുന്നു, വണ്ടി തരുന്നു, ഇതെല്ലാം എനിക്ക് എൻ്റെ അധികാരം വിനിയോഗിക്കാൻ. ഈ അധികാരം ആർക്ക് വേണ്ടി വിനിയോഗിക്കാൻ? ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ് എന്ന് മറന്നു പോകുന്ന മറവി രോഗം ബ്യൂറോക്രസിയിലും ഭരണകൂടത്തിലും പൊതുവേ ഉണ്ട്. ഇവിടെ ഒരു കുഴപ്പം, ഇത് രോഗം പിടിച്ചവരുടെ സ്ഥിതി അത്. എന്നാൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ജനങ്ങൾക്ക് ഈ ബോധമുണ്ടോ? അവിടെയാണ് മലനാട് TV പോലുള്ള
ചാനലുകളുടെ സവിശേഷത. ഈ ഭാരതത്തിലെ ഏറ്റവും കരുത്തരായിട്ടുള്ള ആളുകൾ ജനങ്ങളാണ്. നമുക്ക് റൈറ്റ് ടു സർവീസ് ആക്ട് എന്നൊരു ആക്ട് ഉണ്ടായിരുന്നത് മരിച്ചുപോയ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല. ആ റൈറ്റ് ടു സർവീസ് ആക്ടിൽ എഴുതി വെക്കണം, ഇന്ന ഓഫീസിൽ ഇന്ന സേവനം ഇത്ര ദിവസത്തിനകം തരേണ്ടത് നിങ്ങളുടെ അവകാശമാണ്, അത് വാങ്ങേണ്ടത്. ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. കാരണം ബ്യൂറോക്രസിക്ക്, ഉദ്യോഗസ്ഥ സമൂഹത്തിന് അങ്ങനെ യവന്മാർക്കൊന്നും ഒരു അവകാശം കൊടുക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഹീനമായിട്ടുള്ള മനസ്സ് ബ്യൂറോക്രസിക്കുണ്ട്, അധികാരത്തിനുണ്ട്. എൻ്റെ അധികാരം എൻ്റെ ഔദാര്യം നിൻ്റെ അവകാശമല്ല. സർക്കാർ തരുന്ന ആനുകൂല്യങ്ങളൊക്കെ എൻ്റെ ഔദാര്യം നിൻ്റെ അവകാശമല്ല. ഇത് തിരിച്ചു വരാത്തിടത്തോളം കാലം നമ്മുടെ ജനാധിപത്യത്തിന് പുഷ്ടി ഉണ്ടാവുകയില്ല. ജനങ്ങൾ ചോദിക്കണം, സർക്കാർ ഇത് പറഞ്ഞല്ലോ, എവിടെ? ഓഹോ, നീ അറിഞ്ഞിട്ടേ പോവുമല്ലേ? അതാണല്ലോ അധികാരത്തിൻ്റെ ഭാഷ. ഞാൻ പോലീസിൻ്റെ ഭാഷയല്ല പറയുന്നത് കേട്ടോ. സാധാരണ ഞങ്ങളെ സിവിലിയൻ ഉദ്യോഗസ്ഥന്മാരെ ഒട്ടും മെച്ചമല്ല. ഒരു ഓഫീസ് ചെന്നിട്ട് സാർ ഇത്രാം തീയതിക്ക് ഞാൻ ഫയൽ തരാമെന്നല്ലേ പറഞ്ഞത്. ഓഹോ, നീ അറിഞ്ഞിട്ടേ പോവുള്ളൂ, എന്നാൽ പിന്നെ കിട്ടും. പിന്നെ എൻ്റെ കൊക്കിയിൽ അനപ്പുള്ള കാലം നിനക്കിത് കിട്ടുകയില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിലാണ് അവൻ്റെ അന്തസ്സിരിക്കുന്നത്. നിർഭാഗ്യവശാൽ അങ്ങനെയായിപ്പോയി. ഇവിടുത്തെ സർവീസ് സംഘടനകൾ ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ കുറ്റകരമായിട്ടുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറുകയും അവരുടെ അവകാശം സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിനാണ് നിന്നെ ഈ യൂണിയനിൽ ഞാൻ എടുത്തിരിക്കുന്നത്, അല്ല അതിൻ്റെ പത്രാസ് കാണിക്കാനല്ല എന്ന് പറയാനുള്ള യൂണിയൻ നേതൃത്വം ഇവിടെ ഉണ്ടാവണം. അഴിമതി കാണിക്കാനല്ല, അഴിമതി എതിർക്കാനാണ് നിനക്ക് ശമ്പളം തരുന്നതെന്ന് പറയുന്ന യൂണിയൻ പ്രവർത്തനവും മറ്റു പ്രവർത്തനങ്ങളും ഉണ്ടാവണം. ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ സ്ഥിരമായിട്ട് പറയുന്നതാണ്. കേരളത്തിൽ 3.5 കോടി ജനസംഖ്യയാണല്ലോ. ഈ 3.5 കോടി ജനസംഖ്യയെ ഭരിക്കാനുള്ള ഭരണകൂടത്തിന് ഏതാണ്ട് 22 ലക്ഷം ജനങ്ങളാണ്. ഉദ്യോഗസ്ഥന്മാരും സകലരും കൂടെ ചേർന്ന് റിട്ടയർ ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ സർക്കാർ ശമ്പളം കൊടുക്കുന്ന 22.5 ലക്ഷം ആളുകൾക്കാണ്. അതാണ് ഭരണകൂടം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം. ഈ 22 ലക്ഷം ജനങ്ങളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത്. എന്നാൽ കിട്ടുന്ന സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ സംസ്ഥാന നികുതിയായിട്ടും നികുതി ഇതരമായിട്ടും കടം വാങ്ങിച്ചും എല്ലാം വാങ്ങുന്ന പണത്തിൻ്റെ ഏതാണ്ട് 75-80% ഈ 22 ലക്ഷം ആളുകൾക്ക് 3.5 കോടിയെ ഭരിക്കാൻ സൃഷ്ടിച്ച സംവിധാനമായ ഈ 22 ലക്ഷം ആളുകൾക്കാണ് വരുമാനത്തിൻ്റെ 75-80% പണം ചെലവഴിക്കുന്നത്. എന്നിട്ടാണ് അവിടെ ചെല്ലുമ്പോൾ നീ നിൻ്റെ സേവനം കൊണ്ടേ പോവല്ലേ, ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നതിന് നമ്മൾ കൊടുക്കുന്ന കൂലിയാണ് ഈ 70% തുക. ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് നമുക്ക് ശമ്പളം തരുന്ന ജനങ്ങളുടെ മേൽ മെക്കിട്ട് കയറാനല്ല, ടു സെർവ്. ശമ്പളം എൻ്റെ അവകാശവും സർവീസ് എൻ്റെ ഔദാര്യവും. അതാണ് ഏതൊരു ഓഫീസ് ചെന്നാലും അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. ഇത് മാറണമെങ്കിൽ സിറ്റിസൺസ്, പൗരന്മാർക്ക് അവകാശമുണ്ട് എന്നും അത് ഹനിക്കാൻ ഈ സോട്ടും കുട്ടിട്ട് നടക്കണന്മാർക്കൊന്നും ഒരു അവകാശവുമില്ല എന്ന് ഇവിടുത്തെ സാധാരണക്കാരൻ ലുങ്കിയും എടുത്തിട്ട് പോയിട്ട് ഒരു ഓഫീസിൽ കയറുന്ന ഒരാൾക്ക് തൻ്റെ ഇടമുണ്ടാകുമ്പോഴാണ് ജനാധിപത്യം അവനെ കരുത്താർജിച്ചു കൊടുത്തത്. അല്ലാതെ പഴയ ഫ്യൂഡൽ സംവിധാനത്തിൽ സാറേ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണേ എന്ന് പറയേണ്ടവനല്ല ഭാരത പൗരൻ. അതിനല്ല സ്വാതന്ത്ര്യം കിട്ടിയത്. നിർഭാഗ്യവശാൽ 77 വർഷത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷവും അടിമ മനോഭാവത്തോടു കൂടി, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം ഉണ്ടെങ്കിൽ അവന് കുറച്ചുകൂടെ ധൈര്യത്തിച്ചത്. ഒരു പിൻബലവുമില്ലാതെ ഈ ഭാരതത്തിൽ ജനിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഭാരത പൗരനാണ് എന്നുള്ള അവകാശബോധത്തോടു കൂടി ഒരു ഓഫീസിൽ പോയിട്ട് എനിക്ക് ഇന്ന സേവനം വേണം, നിങ്ങൾ തരാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളാണല്ലോ തരാൻ ഉത്തരവാദി, അതെപ്പോൾ കിട്ടും? അപ്പോൾ അത് അറിഞ്ഞേ പോകുള്ളൂ എന്ന് ചോദിക്കുന്ന മനോഭാവത്തിൻ്റെ നേരെ പ്രതിരോധിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധിക്കണം. അത് സാധിക്കാത്തിടത്തോളം കാലം ഇങ്ങനെയൊക്കെ നടക്കും. ജനങ്ങളെയാണ് ബോധവൽക്കരിക്കേണ്ടത്. മലനാട് TV പോലുള്ളവർ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ അവകാശത്തെപ്പറ്റി, ജനങ്ങളുടെ അവകാശത്തെയും ഉദ്യോഗസ്ഥ സമൂഹത്തിൻ്റെ പരിമിതികളെയും പറ്റി, ഉത്തരവാദിത്തങ്ങളെയും പറ്റി ബോധവൽക്കരിക്കണം. ഇതാരുടെയും ഔദാര്യത്തിന് വേണ്ടിയിട്ടല്ല സർക്കാർ ഓഫീസ് ചെന്നിരിക്കുന്നത്, നിങ്ങളുടെ അവകാശമാണ്, നമ്മൾ കൊടുത്ത നികുതി പണം കൊണ്ട് നടത്തുന്ന ഭരണമാണ് എന്ന് വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പോലീസ് ഇരിപ്പുണ്ട്, ഒരുപാട് സർക്കാർ. ഇപ്പോൾ എനിക്കൊരു കോർപ്പറേഷനിൽ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന് നമ്പർ കിട്ടിയതേ ഉള്ളൂ ഔദാര്യപൂർവ്വം. അത് തന്നെ വളരെ സാറായതുകൊണ്ട്, ഞാൻ പറയാം സാറായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വേണ്ട, എല്ലാവർക്കും കിട്ടണം. പക്ഷെ പലർക്കും കിട്ടുകയില്ല. 4-5 വർഷമായിട്ട് കിട്ടാത്തവരുണ്ട്. എപ്പോൾ കിട്ടുന്ന ആരും പറയത്തില്ല, തോന്നുമ്പം തരും. അതാണോ നികുതിദായകൻ്റെ, അങ്ങനെയാണോ പെരുമാറേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എപ്പോഴാണ് ഇത് മാറാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട്
എവറി സിറ്റിസൺ ഹാസ് ടു ബി എ ജേർണലിസ്റ്റ് എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. കാരണം നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെയും കണ്ണുമടച്ച് അങ്ങ് അനുഭവിക്കേണ്ട യാതൊരു ഗതികേടും ഇവിടുത്തെ പൗരനില്ല. ഒരു മാധ്യമം എങ്ങനെയാണോ അതിനോട് പ്രതികരിക്കുന്നത് അതേപോലെ തന്നെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് പ്രതികരിക്കാൻ കൂടിയുള്ള ശിക്ഷണം സാധാരണ പൗരനുണ്ടാവണം. ഇപ്പോൾ എന്താണ്, ആരുടെങ്കിലും വിരോധമുണ്ടെങ്കിൽ മാധ്യമത്തിനോട് പോയി പറയും, അവന് സാറേ ഒന്ന് ഒതുക്കി തരുമോ, അവന് ഭയങ്കര മുട. അതല്ല സിറ്റിസൺസ് ജേർണലിസം. പൊതുവായ പ്രശ്നങ്ങളിൽ അനാസ്ഥയുണ്ട് എങ്കിൽ അത് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ധർമ്മം പോലെ തന്നെ ഒരു പൗരനും ആ സമൂഹത്തിൻ്റെ കണ്ണും കാതുമായി പ്രവർത്തിച്ച് മാധ്യമത്തിനെ ഉപയോഗിച്ച് അവിടത്തേക്ക് നമ്മുടെ സ്പോട്ട്ലൈറ്റ് എത്തിക്കാൻ സാധിക്കുന്ന ഒരു പൗരാവകാശ ബോധം മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഈ മലനാട് ടിവിയുടെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു സമൂഹം ജീർണിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പൗരന്മാർ, അധികാരമില്ലാത്ത പൗരന്മാർ, രാഷ്ട്രീയ അധികാരമില്ലാത്ത, പണമില്ലാത്ത, സമ്പത്തില്ലാത്ത, അധികാരമില്ലാത്ത, സ്ഥാനമാനങ്ങളൊന്നുമില്ലാത്ത സാധാരണക്കാരൻ ദുർബലനാണ് എന്നവൻ എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ ആ സമൂഹം ജീർണിക്കും. എനിക്ക് പണമില്ലെങ്കിൽ ഞാൻ പൗരനാണ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവകാശമുണ്ടെന്ന് തോന്നി അവൻ ശാക്തീകരിക്കപ്പെടുമ്പോൾ ആ സമൂഹം ശക്തമാവും. ഇവിടെ സാധാരണക്കാരൻ ഓഫീസിൽ പോയി നിൽക്കുന്ന ആ ശരീരഭാഷ തന്നെ 77 വർഷത്തിനപ്പോഴും മാറിയില്ല എന്നത് ദുഃഖകരമായിട്ടുള്ള സത്യമാണ്. ഞാനത് വെറുതെ പറയുകയല്ല, നിങ്ങളെ കയ്യടി കിട്ടാൻ വേണ്ടി, കയ്യടിക്കാൻ വേണ്ട വലിയ സദസ്സൊന്നും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്നില്ല. ഐ ബിലീവ് ഇറ്റ്. ഇത് വിശ്വസിക്കുന്ന ഒരാളാണ്. ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യുന്ന, ഗവൺമെൻറ്റിൻ്റെ പണം കൊണ്ട് ചെയ്യുന്ന, അധികാരം കൊണ്ട് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും പ്രത്യക്ഷമായോ പരോക്ഷമായോ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണമുള്ളത് മാത്രമേ ആകാവൂ. അത് പോലീസ് നടത്തുന്ന നിയന്ത്രണങ്ങളാവാം. എന്തിന് വെടിവയ്പ്പ് പോലും, ഒരു വെടിവയ്പ്പ് നടക്കുന്ന ഒരു സ്ഥലത്ത് അതുപോലും ജനക്ഷേമത്തിനേ ആകാവൂ. കൂടുതൽ വയലൻസ് വരാതിരിക്കാൻ മാത്രമേ വെടിവെക്കാൻ പാടുള്ളൂ എന്നാണല്ലോ. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഏതൊരു പ്രവൃത്തിയും അത് നേരിട്ടോ അല്ലാതെയോ ജനജീവിതത്തെ ഗുണകരമായി ബാധിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താനുള്ള ചുമതല സകല മനുഷ്യർക്കുമുണ്ട്, പൗരന്മാർക്കുമുണ്ട്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും, ഉദ്യോഗസ്ഥ സമൂഹത്തിനും എല്ലാ നേതൃത്വത്തിനുമുണ്ട്. ആ ഒരു പൗരബോധത്തോടു കൂടി, അവകാശബോധത്തോടു കൂടി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കാണുമ്പോഴാണ് ജനാധിപത്യം കരുത്താർജിക്കുന്നത്. ഇവിടെ നിർഭാഗ്യവശാൽ മാധ്യമ പ്രവർത്തനം പോലും ഒറ്റക്കണ്ണൻ മൂസ എന്നൊക്കെ പണ്ടൊരു കഥാപാത്രം ഉള്ളതുപോലെ ഒറ്റക്കണ്ണൻ മാധ്യമ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ട ആളാണെങ്കിൽ അവൻ ചെയ്യുന്ന എല്ലാം കൊള്ളാം, എനിക്ക് കൊള്ളൂല്ലെങ്കിൽ, എനിക്കിഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ അവൻ ചെയ്യുന്ന എല്ലാം ചെയ്ത. ഇത് ഒറ്റക്കണ്ണൻ ജേർണലിസം എന്നാണ് ഞാൻ പറയുക. രണ്ട് കണ്ണ് നമുക്ക് തന്നിരിക്കുന്ന കറക്റ്റ് പെർസ്പെക്റ്റീവിനാണ്, ഡെപ്തിന് വേണ്ടിയിട്ടാണ്. അതില്ല. ഒറ്റക്കണ്ണൻ മാധ്യമപ്രവർത്തനത്തിൻ്റെ സ്ഥാനത്ത് ഇരുകണ്ണും ഇരു ചെവിയും തുറന്നു വെച്ചുള്ള മാധ്യമപ്രവർത്തനത്തിന്, മാതൃകാപരമായ മാധ്യമപ്രവർത്തനത്തിന് മലനാട് ടി.വി. മാതൃകയാകട്ടെ, നേതൃത്വം കൊടുക്കട്ടെ, ആളുകളെ ശാക്തീകരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. You are watching India's first NGO television, Malanadu TV India.